ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും അതുപോലെ നമ്മുടെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എത്ര ദിവസമായെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. 48 ദിവസം എന്നാണല്ലോ ഇത് കൊളുത്തുന്നത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇടയ്ക്ക് പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. നമ്മൾ ഏത് വഴിപാട് ചെയ്യുമ്പോഴും അത് പറയുന്ന അത്രയും ഡേറ്റിന് ചെയ്യണമെന്നാണ് ഇപ്പം ഞാൻ കേട്ടത്. അപ്പം കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഇത് നമ്മൾ ഏത് ആഗ്രഹം പറഞ്ഞാണോ അത് ചെയ്തത്, അതിന് 48 ദിവസം കഴിഞ്ഞ് അത് നിർത്തിയിട്ട് പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടങ്ങണമെന്നാണ് പറയുന്നത്. പിന്നെ ഇന്നലെ ഞാനിത് തിങ്കളാഴ്ചയല്ലായിരുന്നു, ശിവക്ഷേത്രത്തിൽ പോയി ജലധാര നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്ത്രീകൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇവിടെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് സ്വയം അർച്ചനകളും നടത്തി പൂജ ചെയ്യാം. അർച്ചന എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജലധാര പാലുകൊണ്ട് ധാര ചെയ്യാറുണ്ട് എല്ലാവരും. അങ്ങനെ അതെല്ലാം ചെയ്ത് ആൾക്കാർ പൂജ ചെയ്യുന്നതാണ്. അപ്പം ഞാനിപ്പം കുറച്ച് ആഴ്ചകളായിട്ട് പോകുന്നുണ്ട്, ജലധാര ചെയ്യുന്നുണ്ട്. മറ്റേത് ഞാൻ തിങ്കളാഴ്ച വ്രതം എടുത്ത് പോയിക്കൊണ്ടിരുന്നതാണ്. മാസത്തിലൊരു ദിവസമാണ് അങ്ങനെ അവിടെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എല്ലാ തിങ്കളാഴ്ചയും പോകുന്നുണ്ട്. ഒരു വർഷം തിങ്കളാഴ്ച വ്രതം എടുത്ത് നിർത്തിയിരുന്നു. പിന്നെ ഞാനിത് അവിടെ ചെന്നപ്പം ഇന്നലെ പൗർണമി ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ ഒരു വിശേഷമാണ് ഇവിടുത്തുകാരുടെ വടപൂജയെന്ന് പറയും. അതായത് സ്ത്രീകൾ നമ്മുടെ ഈ വടവൃക്ഷത്തെ പൂജ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അത് എന്തോ ഒരു ഐതിഹ്യം, ഈ സത്യവാൻ സാവിത്രിയുടെ കഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തോ കഥയാണ് അവർ പറയുന്നത്. സത്യവാനെ ആദ്യം കൊല്ലുന്നതിന് കാലൻ കൊണ്ടുപോയതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് തിരിച്ച് ജീവൻ കൊടുക്കുന്നത് വടസാവിത്രി പ്രാർത്ഥിച്ച് ജീവൻ കൊടുക്കുന്ന ആ കഥയായിട്ടുള്ള റിലേറ്റഡാണ്. അപ്പോൾ ആ ദിവസം ഇവിടെ സ്ത്രീകളെല്ലാം ഈ വടത്തിന് ചുറ്റും വടത്തിന് ചുവട്ടിൽ പൂജ ചെയ്യാറുണ്ട്. അത് പൂജയൊക്കെ ചെയ്തതിന് ശേഷം അവരിങ്ങനെ അതിൽ 9 തവണയോ 7 തവണയോ അങ്ങനെ ഏതാണ്ട് നൂല് ചുറ്റും. അത് നമ്മുടെ കല്യാണ സമയത്ത് നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ അവിടുത്തെ രീതിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഭർത്താവൊത്ത് സന്തോഷത്തോട് ജീവിക്കുന്ന ഒരു ഐതിഹ്യ കഥയാണ് അവർ പറഞ്ഞത്. അപ്പം എല്ലാ വർഷവും അവിടെ സ്ത്രീകളിങ്ങനെ ചെയ്യാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഹാപ്പി ഫീല് തോന്നാറുണ്ട് കേട്ടോ. എല്ലാവരും നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങി വന്ന് അവർ പൂജ ചെയ്യും. അപ്പോൾ എനിക്കും അപ്പോൾ ഇങ്ങനെ അവർ എന്തോ ഒരു ദക്ഷിണ പോലെ, ദാനം പോലെ ഒരു മാങ്ങയും കുറച്ച് ഗോതമ്പും കൂടെ എനിക്ക് തന്നിരുന്നു ഒരു ചേച്ചി. അവിടെ പരിചയമുള്ള ഒരു ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരെനിക്ക് തന്നതാണ്. തിരിച്ചും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളിതൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നല്ലോ. ഞാൻ ശരിക്കും ശിവന് പൂജ ചെയ്യാനായിട്ട് പോയതാണ്. പ്രാർത്ഥിച്ച് തൊഴുത് വരാറാണ് പതിവ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.